അങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ പലതുണ്ടെങ്കിലും ഈ തെരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. സമീർ പി മുഹമ്മദ് തുടരുന്നു. സമീർ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. കൃഷ്ണകുമാർ, ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന് കർണാടക റവന്യൂ മന്ത്രി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. വെള്ളത്തിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ്. നാവികസേനയുടെ ഡൈവേഴ്സ് അത് പുറത്തെടുക്കാനും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നും അദ്ദേഹം പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വാഹനമാണ് കാണാതായിട്ടുള്ളത്. അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ 12 വീലുകളുള്ള നിറയെ മരങ്ങളുമായി എത്തിയ ഒരു വാഹനമാണ്. ആ വാഹനം തന്നെ ആവാം ഇത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തേണ്ടതാണ്. കാരണം മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഈ കഴിഞ്ഞ 16-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി ഉണ്ടായ ഈ വലിയ മണ്ണിടിച്ചിലിൽ കാണാതായി ഇതുവരെ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അങ്കോള പോലീസ് സ്റ്റേഷനിലോ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ പരാതി മാത്രമാണ് ഇപ്പോൾ അങ്കോള പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് വാഹനത്തോടക്കം ആളെ കാണാതായി എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 9 ദിവസമായി ഇവിടെ തിരച്ചിൽ നടക്കുന്നതും. ഇപ്പോൾ കർണാടകയുടെ റവന്യൂ മന്ത്രി തന്നെ ഒരു ട്രക്ക് വെള്ളത്തിനടിയിൽ നിന്ന് ഈ അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. അപകട സ്ഥലത്ത് തൊട്ട് താഴെ പുഴയിൽ നിന്ന് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കാണ് എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അത് ഏത് ട്രക്കാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായൊരു സ്ഥിരീകരണം വരണമെങ്കിൽ ആ വാഹനത്തിന്റെ ഒരു ഭാഗമെങ്കിലും പുറത്തേക്ക് എത്തിക്കേണ്ടി വരും അതല്ലെങ്കിൽ മന്ത്രി തന്നെ അക്കാര്യം ഇത് അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ട്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവരുമായി നമ്മൾ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്.